പ്രിയപ്പെട്ടവരെ, പാലക്കാട് വണ്ടാഴിയിൽ 52-കാരനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വണ്ടാഴി ഏറാട്ടുകുളമ്പ് വീട്ടിൽ കൃഷ്ണകുമാറാണ് മരിച്ചത്. സ്വയം വെടിയുതിർത്തു എന്നാണ് സംശയം. ഇക്ബാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, എങ്ങനെയാണ് മരിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം? അരുൺ, ഇന്ന് രാവിലെയാണ് പാലക്കാട് വണ്ടാഴിയിൽ 52-കാരനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വണ്ടാഴി സ്വദേശിയും ഏറാട്ടുകുളമ്പ് വീട്ടിൽ കൃഷ്ണകുമാറിനെയാണ് ഇത്തരത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്വയം വെടി ഉതിർത്തതാണെന്നാണ് ഇപ്പോൾ പോലീസും കരുതുന്നത്. വണ്ടാഴി സ്വദേശിയായ AK സുന്ദരൻ എന്ന് പറയുന്ന ആളുടെ മകനാണ് കൃഷ്ണകുമാർ. ഈ അച്ഛൻ നോക്കി നിൽക്കെ മകൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയത്ത് അച്ഛനും കരുതിയിരുന്നത് മകൻ കുഴഞ്ഞു വീഴുകയാണെന്നാണ്. പക്ഷേ അടുത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഈ കൃഷ്ണകുമാർ വീണ് കിടക്കുന്നതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു എയർ ഗൺ കാണുന്നത്. ഉടൻ തന്നെ നാട്ടുകാരെയും അതുപോലെ തന്നെ സമീപത്തുള്ള ആളുകളെയും വിവരം അറിയിക്കുകയായിരുന്നു. കൃഷ്ണകുമാർ സ്വയം വെടി ഉയർത്തതാണെന്നാണ് ഇപ്പോൾ പോലീസും പ്രാഥമികമായി സംശയിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് മംഗലം പോലീസും നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസ് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്, പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ആത്മഹത്യയാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇന്ന് രാവിലെയാണ് പാലക്കാട് മംഗലം ഡാമിന് സമീപം വണ്ടാഴിയിൽ ഏറാട്ടുകുളമ്പ് വീട്ടിൽ കൃഷ്ണകുമാറിനെ ഇത്തരത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അടുത്ത് അച്ഛൻ ഉൾപ്പെടെ നിൽക്കുകയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. പക്ഷേ ആർക്കും തന്നെ ഇത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്നില്ല. കൃഷ്ണകുമാർ കിടന്നിരുന്ന സ്ഥലത്തിന് തൊട്ടരികിൽ തന്നെയായിട്ട് ഒരു എയർ ഗൺ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അരുൺകുമാർ, പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ആത്മഹത്യയാണ് എന്ന പ്രാഥമികമായി പോലീസിന് സംശയമുണ്ട്. ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമല്ല, അത് ആ പ്രശ്നങ്ങൾ ഇരട്ടിയാക്കുക മാത്രമേ ഉള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം 2 പേർ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. മാവേലി എക്സ്പ്രസ് തട്ടിയാണ് അപകടമുണ്ടായിരിക്കുന്നത്. ആത്മഹത്യ എന്നാണ് പ്രാഥമികമായ നിഗമനം. മരിച്ച അരൂക്കുറ്റി സ്വദേശി സലീംകുമാറിനെ തിരിച്ചറിഞ്ഞു, സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ശരത് SS ചേരുന്നു. ശരത് SS, ആത്മഹത്യകളുടെ എണ്ണം, പ്രത്യേകിച്ച് ട്രെയിൻ തട്ടി മരിക്കുന്നവരുടെ എണ്ണമൊക്കെ കൂടുന്നു. നേരത്തെ കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്തിരുന്നു. ഇപ്പോൾ 2 മൃതദേഹങ്ങളാണ് പാളത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം, ശരത്? അരുൺകുമാർ, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് ഇത്തരത്തിൽ 2 പേരെ ട്രെയിൻ തട്ടിയ നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീയും പുരുഷനുമായിരുന്നു ട്രെയിൻ തട്ടിയ നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പുരുഷനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അരൂക്കുറ്റി സ്വദേശി സലീംകുമാറാണ്. സലീംകുമാറിനെയാണ് തിരിച്ചറിഞ്ഞത്. ഒപ്പമുണ്ടായ സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇരുവരും ഒരു വാഹനത്തിലാണ് ഈ റെയിൽവേ ട്രാക്കിന് സമീപം എത്തിയത് എന്നുള്ളതാണ് സംശയിക്കുന്നത്. ആത്മഹത്യയാണെന്നും സംശയിക്കുന്നുണ്ട്. ഇവർ എത്തിയ വാഹനം ട്രാക്കിന് സമീപത്ത് വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുചക്ര വാഹനമായിരുന്നു. മാവേലി എക്സ്പ്രസ് ട്രെയിനാണ് ഇവരെ തട്ടിയത്. നിലവിൽ ഇപ്പോൾ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമല്ല. അത് മാനസികമോ സാമ്പത്തികമോ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആത്മഹത്യ പ്രശ്ന പരിഹാരമേ അല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.